ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫിൻസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബിങ്കോ മോഡലിന്റെ സാധനമാണ്. അതിൽ ഈ നീലയില് കാറും ബൈക്കും കിട്ടുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പിങ്കില് ജ്വല്ലറീസും ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. റെഡിയാ മുറിക്കണേ. വിത്തപ്പം ആദ്യം എടുത്തോളൂ. സമയം നമ്മള് മുട്ടായി നമുക്ക് ഇത്ര അടുത്ത് തിന്നാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ കയ്യിലുള്ളിൽ മുട്ടായി ലാസ്റ്റ് തിന്നാം. ഒന്ന് പൊട്ടിച്ച് ഇങ്ങോട്ട് നീ സ്ക്രീനിൽ വന്നാൽ നിനക്കുണ്ടോ? എല്ലാരും നമുക്ക് എന്തോ ഒരു വണ്ടിയാണ് കിട്ടിയത്, ഒരു പച്ച വണ്ടി. ഇതില് രണ്ട് വ്യത്യാസമാണ്. ഈ നമ്മളെ ഈ പിങ്കില് ഇത് കുരിശു പോലുള്ളൊരു ഇതാണ്, പക്ഷെ ഈ റോസ് നീലയില് ചക്രം. അസംബ്ലിയിലാണ് അടുത്ത പൊട്ടിയത്. ഇത് നമുക്ക് അടുത്ത കാറാണ് കിട്ടിയത്. നമുക്ക് ലാസ്റ്റ് ഇതിന്റെ എല്ലാം അടുത്തടുത്ത് വെച്ച് കാണിക്കാം. മറ്റേ മുടി കൊടുക്കുന്ന സാധനമാണ്. ഇതപ്പോ ഒരു പാത്രം എടുത്തോ മോളില്. നമ്മള് ഈ പാത്രം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇതില് നമ്മളിത് പൊട്ടിച്ചിട്ട് നമുക്കിതാ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല തിന്നാനുള്ളത്. ഇത് തിന്നു നോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം. കുഴപ്പമില്ല, നമ്മളെ പഴയ ഓക്കെ ബിരിയാണി ഒക്കെ തിന്ന ഒരു ടേസ്റ്റ്. കളിപ്പാട്ടം കാണുന്നില്ല. കളിപ്പാട്ടം ഫ്രെയിമില്ല. നമുക്കപ്പോ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്നായിട്ട് നിരത്തി വെച്ചുള്ള വീഡിയോ നമുക്ക് ഇതിന്റെ പുറത്ത് തന്നെ കാണിക്കാം. സാധനങ്ങളെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയതാണ് ഇത് മൊത്തം, ഈ ഐറ്റം മൊത്തം. അതില് ലേഡീസിനുള്ള സാധനമാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. ലേഡീസിന്റെ ഇത് മുടി കൊടുക്കുന്ന ബാൻഡാന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതിന്റെ ഈ ബാൻഡാണ് ഇവര് തന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലോക്കറ്റ് തന്നിട്ടുണ്ട്. ഇത് ലോക്കറ്റാണ്. ഇവിടെ ഹോട്ടലിലോട്ട് നമ്മൾ ലോക്കറ്റാന്ന് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചു. പിന്നുള്ളത് കുറച്ച് മോതിരം, പക്ഷെ നമ്മളെ വിരലിലൊന്നും കയറൂലത്. ഒരു 4 മോതിരം കിട്ടി. ഇതാണ് സാധനം. അപ്പോൾ ലേഡീസിൻ്റെ ഐറ്റത്തിൽ കൂടുതൽ ഈ ബാൻഡ് തന്നെയാണ് ഉണ്ടോ, ഫുള്ള് ബാൻഡ്. അപ്പം ഇനി നമുക്ക് നേരെ ബോയ്സിൻ്റെ ഐറ്റംസിലേക്ക് വരാം. ബോയ്സിൻ്റെ ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം കൊള്ളാം. ആദ്യം കിട്ടിയത് നമുക്ക് ഈ കാറാണ്, ഒരു ജീപ്പ്. കണ്ട, ഇതിൽ ഉള്ളിലൊന്നും ഒരു സാധനങ്ങളും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു ഐറ്റം ഇത് ഒറ്റ മോഡലുള്ളൂ ഇത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിനോസറിൻ്റെ വണ്ടി, ഇതും അതുപോലെ തന്നെ ഇങ്ങനെ തള്ളി കളിക്കാൻ 4 ടയറുണ്ട്, ഇങ്ങനെ പോവാം. അടുത്ത ബൈക്ക്, ഇതും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ കൊണ്ടുപോകാം ബൈക്ക്. പിന്നെ ഈ ഐറ്റം എന്ന് വെച്ചാൽ ഈ ഒരു 4 ഐറ്റം, ഈ 4 ഐറ്റം ഒരു വെറൈറ്റി ഉണ്ട്. ഈ 4 ഐറ്റത്തിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് സാധനം കാണുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഈ 4 ഐറ്റം നല്ല രസമുണ്ട്. കാരണം നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ച് ഈ ബ്ലാക്കിൽ ഇങ്ങനെ അമക്കി കൊടുത്താൽ ഇതിങ്ങനെ പോകും. അത് പോയില്ല. അല്ല, അടുത്തത് നല്ല രസമുണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഹോട്ട് വീൽസ് ഒക്കെ പോകുമ്പോൾ ഞെക്കുന്ന പോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ദിനോസറിന്റെ തലയുള്ള ഒരു വണ്ടിയാണ്. ഇതും റിമോട്ടും ബേക്കിട്ട് വലിച്ചാൽ പോകുന്ന വണ്ടിയൊന്നുമല്ല. ഇത് സാധാ ഒരു നോർമൽ തള്ളിക്കൊണ്ടുപോകുന്ന പറ്റിയൊരു വണ്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ 5 രൂപയിൽ ഇവർ
ഈ ഒരു വിമാനം അതൊരു നല്ല ലാഭം കേട്ടോ. ഈ വിമാനം കിട്ടുന്നവർക്ക് ലാഭമാണ്. കാരണം ഇതിൻ്റെ അടിയിൽ മറ്റേ നമ്മളെ സാധാ കാറിൻ്റെ ഒക്കെ ഉണ്ട്. കാരണം നമ്മളിത് ബാക്കോട്ട് വലിച്ചാൽ ഉണ്ടോ എല്ലാം ഇടിച്ച് തെറിപ്പിച്ചത് പോയി. അപ്പോൾ ഈ സാധനം മാത്രമാണ് ഇതിൽ വാങ്ങിയാൽ നമുക്ക് ലാഭമായി തോന്നുന്നത്. കാരണം ഒറ്റയ്ക്ക് തന്നെ ഈ വിമാനം പോകും. സാധാ നമ്മൾ 50 രൂപയ്ക്കും 30 രൂപയ്ക്കും വാങ്ങുന്ന ബസ്സിൻ്റെ അടിയിലുള്ള സാധനം തന്നെയാണ് ഇതിനുള്ളത്. വിമാനം പോകുന്നാൽ ഒരു ബാലൻസ് ഇല്ലാണ്ട് അതങ്ങ് പോയി. പിന്നെ നമുക്ക് 2 വേറെ കുഞ്ഞ് ടയറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വിമാനം. ഇതും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ തള്ളാം. പിന്നെ ഉള്ളത് അതേപോലെ ഒരു 3 കാറ്. അടിയിലാണ് ടയറുള്ളത്. ഇതേവരെ ലാഭം കണ്ടെത്തി 4 ടയറിന് പകരം ഒറ്റ ടയർ കൊണ്ട് വെച്ചു തള്ളിപ്പോകാനുള്ള പരിപാടി വെച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്തതിൽ കിട്ടിയത് കേട്ടോ. നമ്മളെ ജിത്തപ്പൻ ഒരു ബക്കറ്റ് സാധനം ഇരുന്ന് തിന്നിട്ടുണ്ട്. അങ്ങോട്ട് ഫുഡ് നമുക്കിവിടെ വേസ്റ്റ് ആവില്ല, മൊത്തം ഇരുന്ന് തിന്നു. അതാ ഉപ്പ് ഇപ്പോൾ ക്യാമറ കണ്ടോണ്ട് ഉപ്പ് അനങ്ങിയിരിക്കണ്ടോ, വയറ് ചാടിയത് ഇത് തിന്നിട്ട് തന്നെയാ. ഈ സാധനമാണ് നമുക്ക് മൊത്തം കിട്ടിയത്.